ഹായ് നമസ്കാരം. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് എന്നുള്ള മെത്തേഡാണ് നമ്മളിവിടെ ലൈൻസിനെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം ദ എൻഡ് പോയിൻറ്റ് എ ഓഫ് എ ലൈൻ ഈസ് 20 millimeters above HP and 10 millimeters in front of VP. The other end of the line is 50 millimeters above HP and 15 millimeters behind VP. അപ്പോൾ ഇവിടം വരെ നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൻ്റെ സെയിം ക്വസ്റ്റ്യൻ തൊട്ട് മുന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ട്രൂ ലെങ്ത് തന്നിട്ടില്ല. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന രണ്ട് ക്വസ്റ്റ്യൻസിനകത്തും ട്രൂ ലെങ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് ഫേവർ ചെയ്തത്. ഈ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നത് ട്രൂ ലെങ്ത് തരാത്ത ക്വസ്റ്റ്യൻസിലാണ്. ഓക്കെ, സോ ഇവിടെ ട്രൂ ലെങ്ത്തിന് പകരം തന്നേക്കുന്ന ഡീറ്റെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് ഇസ് 70 millimeters. അപ്പം രണ്ട് പോയിൻറ്റിൻ്റെയും ഡയമെൻഷൻസും അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സിനെ പറ്റിയുള്ള വിവരവും അത് തമ്മിലുള്ള ദൂരവും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഡയറക്റ്റ്ലി വരയ്ക്കാനായിട്ട് പറ്റും. അപ്പം പ്രൊജക്ഷൻസ് ഓഫ് ദ ലൈൻസ് ആക്ച്വലി ഈ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനിൽ വരയ്ക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ബാക്കി കാര്യങ്ങൾ ചോദിച്ചേക്കുന്നത് കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ടായിട്ട് വരിക. Okay. Find the true length and true inclinations of the line with the principal planes. Also locate the traces of the line. അപ്പം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇതിനകത്തും ആദ്യമേ നമ്മൾ തന്നേക്കുന്നത് പോലെ എൻ പ്രൊജക്ടേഴ്സ് വരച്ചിട്ട് അതിനകത്ത് ആ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ XY ലൈൻ നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എൻ പോയിൻറ്റ് എനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ എൻ പോയിൻറ്റ് എ വരയ്ക്കാനായിട്ട് അതിൻ്റെ എൻ പ്രൊജക്ടർ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞേക്കുന്ന ഡീറ്റെയിൽ എന്താണെന്ന് വെച്ചാൽ എൻ പോയിൻറ്റ് എ ഈസ് 20 millimeters above HP. എബവ് HP എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ടുള്ള ഡീറ്റെയിൽ ആണ്. അപ്പം 20 millimeters XY ലൈനിൻ്റെ മുകളിലേക്ക് എടുക്കുക. അപ്പം നമുക്കവിടെ A' എന്നുള്ള പോയിൻ്റ് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ A' നമ്മളവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി 10 millimeters ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം VP എന്നുള്ള ദൂരം വെച്ചിട്ട് നമ്മൾ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുന്നത്. സോ 10 millimeters ഇൻ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ XY ലൈനിൻ്റെ താഴെ വശത്തേക്കായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. സോ അവിടെ നമുക്ക് എയും മാർക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ A' എയും മാർക്ക് ചെയ്തു. ഇനി പറഞ്ഞേക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ പ്രൊജക്ടേഴ്സ്. ബിയുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. പക്ഷേ ബി വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു എൻ പ്രൊജക്ടർ ഉണ്ടെങ്കിൽ ബി വരയ്ക്കാൻ എളുപ്പമായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ പ്രൊജക്ടേഴ്സ്, അത് XY ലൈനിലൂടെ ആദ്യത്തെ എൻ പ്രൊജക്ടർ തൊട്ട് ഉള്ള ദൂരം വേണം എടുക്കാനായിട്ട്. സോ ഇവിടെ നമ്മൾ XY ലൈനിൽ ആദ്യത്തെ എൻ പ്രൊജക്ടറിൽ 0 വെച്ചു. എൻ പ്രൊജക്ടേഴ്സ് തമ്മിലുള്ള ദൂരം 70 millimeters ആണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ 70യുടെ അവിടെ വരുമ്പോൾ നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അതിലേക്കൂടെ XY ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു എൻ പ്രൊജക്ടർ വരച്ചു. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ബിയും B' മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് തന്നേക്കുന്ന ഡീറ്റെയിൽ എന്താണ്, ദ അതർ എൻഡ് ഓഫ് ദ ലൈൻ, അത് ബി ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഇവിടെ എ എന്നുള്ള പോയിന്റ് മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ, ലൈനിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞിട്ടില്ല. സോ ബി എന്ന് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. സോ ബി ഈസ് 50 millimeters above HP and 15 millimeters behind VP എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഈ വരച്ചേക്കുന്ന എൻ പ്രൊജക്ടറിനകത്ത് 50 millimeter മുകളിലായിട്ട് നമുക്ക് B' മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ പോയിൻ്റ് ആയിരിക്കും ഇവിടെ, ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ് ആയിരിക്കും നമുക്ക് B' ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ A' B' ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് നമ്മൾ അതിനെ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടും, വിച്ച് ഈസ് A' B'. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി പ്രൊജക്ഷൻസ് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ബീനെ പറ്റിയുള്ള അടുത്ത ഡീറ്റെയിൽ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞിട്ട് 15 millimeters ബിഹൈൻഡ് VP. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനിലെല്ലാം ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള പോയിൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ ഫ്രണ്ട് ഓഫ് VP ആയിരുന്നു വരുന്നത്. ഇവിടെ ഇത് ബിഹൈൻഡ് VP ആയിട്ടാണ് ബി എന്നുള്ള പോയിന്റ് വരുന്നത്. 15 millimeters ആണ്. സോ 15 millimeter XY ലൈനിൻ്റെ മുകളിലേക്ക് വേണം ഇവിടെ എടുക്കാനായിട്ട്. ഓക്കെ, സോ അവിടെ നമുക്ക് ബി വരും. അപ്പോൾ ഇവിടെ എയും ബിയും ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിനെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് AB എന്നുള്ള ലൈൻ കിട്ടും, വിച്ച് ഇസ് ദ ടോപ്പ് വ്യൂ ഓഫ് ദ ലൈൻ. ഓക്കെ, അപ്പം നമുക്ക് ആ രണ്ട് പ്രൊജക്ഷൻസിൻ്റെ രണ്ട് സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി, A' B' AB.
അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനകത്ത് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിലാദ്യം നമ്മൾ ഫ്രണ്ട് വ്യൂ ഉപയോഗിച്ചിട്ട് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രണ്ട് വ്യൂ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട് വ്യൂവിലെ രണ്ട് പോയിന്റിൽ നിന്നും നമ്മൾ പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ അവിടെ വരച്ചിടാം. ഓക്കെ, ആ സൈഡിലായി. നമുക്കതുപോലെ ബി ഡാഷിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ നമുക്കവിടെ വരച്ച് ഇടാം. ഇനി ഈ ലൈനിനകത്ത് നമ്മൾ എക്സ് വൈ ലൈനിൽ നിന്ന് ടോപ്പ് വ്യൂവിലെ കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് തമ്മിലുള്ള ദൂരമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് എ ഡാഷിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ദൂരം എക്സ് വൈ ലൈനിൽ നിന്ന് സ്മോൾ എ വരെയുള്ള ദൂരമായിരിക്കും. അതിപ്പോൾ ഞാൻ കാണാൻ വേണ്ടിയിട്ട്, നമുക്ക് കണ്ടു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഈക്വൽ ടു സിമ്പിൾ ഇട്ട് ഞാൻ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇത് 10 മില്ലിമീറ്റേഴ്സ് ആയിരുന്നു, ക്വസ്റ്റ്യനകത്ത് 10 മില്ലിമീറ്റേഴ്സ് ആയിരുന്നു. സോ ആ 10 മില്ലിമീറ്റേഴ്സ് നമ്മളെടുത്ത് കോമ്പസിൽ എടുക്കുന്നത് കുറച്ച് എളുപ്പമായിരിക്കും. എക്സ് വൈ ലൈനിൽ നിന്ന് കോമ്പസിനകത്ത് എ വരെയുള്ള ദൂരം, സ്മോൾ എ വരെയുള്ള ദൂരം കോമ്പസിനകത്ത് എടുത്തിട്ട് എ ഡാഷിൽ നിന്ന് നമ്മൾ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ വരച്ച പെർപെൻഡിക്കുലറിൽ നമ്മളൊരു ആർക്ക് കട്ട് ചെയ്യുമ്പോൾ അതായിരിക്കും നമുക്ക് ക്യാപിറ്റൽ എ എന്നുള്ള പോയിൻ്റായിട്ട് കിട്ടുന്നത്. ഈ ക്യാപിറ്റൽ എ എന്നുള്ള പോയിൻ്റ് നമ്മൾ നേരത്തെ ആദ്യത്തെ ലെക്ചറിൽ പറഞ്ഞതുപോലെ ഒരു റിയൽ പോയിൻറ്റിനെ മെൻഷൻ ചെയ്യാനായിരിക്കും നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. ഓക്കെ, സിമിലർലി നമുക്ക് എക്സ് വൈ ലൈൻ തൊട്ട് സ്മോൾ ബി വരെയുള്ള ദൂരം നമുക്ക് ബി ഡാഷിലൂടെ വരച്ച പെർപെൻഡിക്കുലറിനകത്ത് എടുക്കാം. അപ്പോൾ കോമ്പസിനകത്ത് എക്സ് വൈ ലൈനിൽ നിന്ന് ബി വരെയുള്ള ദൂരം എടുക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ് വൈ ലൈനിൽ നിന്ന് താഴേക്കായിരുന്നു സ്മോൾ എയുടെ ദൂരം, ഇവിടെ അതേ സമയത്ത് എക്സ് വൈ ലൈനിൽ നിന്ന് മുകളിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എ ഡാഷിൽ നിന്ന് നമ്മൾ വരച്ച പെർപെൻഡിക്കുലറിൽ മുകളിലേക്കാണ് നമ്മൾ എടുത്തതെന്നുണ്ടെങ്കിൽ, ബി ഡാഷിലൂടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിൽ അത് താഴെ വശത്തേക്ക് ഈ ലൈനിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വേണം എടുക്കാനായിട്ട്. ഇത് അതേ സമയത്ത് ബി താഴെ തന്നെ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ഡയറക്ഷനിൽ എടുക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ പക്ഷേ ബി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നതുകൊണ്ട് ഇവിടെ മുകളിലേക്ക് എടുത്തേക്കുന്നത് ഇവിടെ താഴേക്ക് വേണം എടുക്കാനായിട്ട്. സോ ബി ഡാഷിലൂടെ നമ്മൾ ആ ദൂരം താഴേക്ക് എടുക്കുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ബി കിട്ടും. ഈ ക്യാപിറ്റൽ എനെയും ക്യാപിറ്റൽ ബിനെയും തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ലൈനായിരിക്കും ഇതിൻ്റെ ട്രൂ ലെങ്തിന് ഉള്ള ലൈൻ. ഓക്കെ, ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുന്ന ഈ പോയിന്റ് സാധാരണ രീതിയിൽ നമ്മുടെ എക്സ് വൈ ലൈനിനെ ടോപ്പ് വ്യൂ കട്ട് ചെയ്യുന്ന സെയിം പോയിന്റിൽ തന്നെയായിരിക്കും വരിക. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് അവസാന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്താലും മതിയാകും. ഇവിടെ അത് അതേ പോയിന്റിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വരച്ചതിനകത്ത് കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. നമുക്കിപ്പോൾ ട്രൂ ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ വരച്ച ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബിയുടെ നീളം മെഷർ ചെയ്താൽ മതിയാകും. ഇവിടെ ആവശ്യം ഇല്ലാത്ത ഭാഗത്തെ ലൈൻസൊക്കെ നമുക്ക് റബ് ഓഫ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ അപ്പുറത്തെ സൈഡിൽ ടോപ്പ് വ്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതേ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്ക് കിട്ടിയ ട്രൂ ലെങ്ത് എത്രയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നത് 79 മില്ലിമീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലും കൂടെ ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ നമ്മൾ എടുക്കേണ്ടത്, ഇവിടെയും നമ്മൾ പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കണം. ഇവിടെ പക്ഷേ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് എക്സ് വൈ ലൈനിൻ്റെ മുകളിലേക്കാണ് എ ഡാഷും ബി ഡാഷും വന്നേക്കുന്നത്. അതായത് എക്സ് വൈ ലൈനിൻ്റെ ഒരേ വശത്ത് തന്നെയാണ് എ ഡാഷും ബി ഡാഷും വന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ തന്നെ വരച്ചാൽ മതിയാവും. ബിയിലൂടെ നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു, എ ബിക്ക് പെർപെൻഡിക്കുലറായിട്ട്. സിമിലർലി എ കൂടെയും നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു. ഓക്കെ, ഓക്കെ
അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷ് വരെയുള്ള ദൂരം വേണം എയിൽ നിന്നുള്ള പെർപെൻഡിക്കുലറിൽ നമ്മൾ എടുക്കാനായിട്ട്. സോ എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷ് വരെയുള്ള ദൂരം കോമ്പസിനകത്ത് എടുക്കുക, അത് എയിൽ വെച്ചിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു പോയിന്റ് കിട്ടും. അതും നമ്മൾ ക്യാപിറ്റൽ എ എന്ന് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സിമിലർലി നമുക്ക് എക്സ് വൈ ലൈനിൽ നിന്ന് സ്മോൾ ബി ഡാഷ് വരെയുള്ള ദൂരം കോമ്പസിനകത്ത് എടുത്തിട്ട് സ്മോൾ ബിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലറിനകത്ത് നമുക്കത് ബിയിൽ നിന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ക്യാപിറ്റൽ ബി എന്നുള്ള പോയിന്റ് കിട്ടും. ഈ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിനെയും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ട്രൂ ലെങ്ത് ഉള്ള ലൈൻ വരയ്ക്കാനായിട്ട് ഇവിടെയും പറ്റും. അപ്പോൾ അത് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയും 79 മില്ലിമീറ്റേഴ്സായിട്ട് തന്നെ കിട്ടിയേക്കുന്നതായിട്ട് കാണാം. സോ ഇവിടെ ട്രൂ ലെങ്ത് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുണ്ട്. ട്രൂ ലെങ്ത് നമുക്ക് എടുത്ത് എഴുതാം, വിച്ച് ഇസ് ട്രൂ ലെങ്ത് ഇസ് ഈക്വൽ ടു 79 മില്ലിമീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ വരച്ച കറക്റ്റ് ആണോ എന്ന് അറിയാനും രണ്ട് സൈഡിലും ഒരേ വാല്യൂ തന്നെ കിട്ടിയിട്ടുണ്ടോ എന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ മതിയാകും. വരച്ച കറക്റ്റ് ആണെങ്കിൽ രണ്ട് സൈഡിലും ഈക്വൽ ആയിരിക്കും ട്രൂ ലെങ്ത് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിനകത്ത് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ട്രൂ ലെങ്ത് കൂടാതെ ട്രൂ ഇൻക്ലിനേഷൻസ് ചോദിച്ചിട്ടുണ്ട്, അതുകൂടാതെ അതിൻ്റെ ട്രേസസ് കണ്ടുപിടിക്കാനൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ട്രേസസ് കണ്ടുപിടിക്കുക നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൽ ചെയ്തതിനൊക്കെ കുറച്ചുകൂടെ ഈസിയർ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ലൈൻ നോക്കുക. ഓക്കെ, സോ അത് ഫ്രണ്ട് വ്യൂവിനെ കാണിക്കുന്ന ലൈനാണ്. അതിനെ ക്യാപിറ്റൽ എ ബി, അവിടെ നിന്ന് നമ്മൾ വരച്ച ക്യാപിറ്റൽ എ ബി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും നമുക്ക് എന്താണ് കിട്ടുക, ഹൊറിസോണ്ടൽ ട്രേസ് ആയിട്ട്, വെർട്ടിക്കൽ ട്രേസ് ആയിട്ട് നമുക്ക് കിട്ടുക. സോ ആ പോയിന്റ് നമ്മൾ വി ടി എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ വെർട്ടിക്കൽ ട്രേസ് ആയിട്ട് കിട്ടുക. ഇനി ഈ രണ്ട് ലൈൻ തമ്മിലുണ്ടാകുന്ന ആംഗിൾ ആയിരിക്കും ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു വി പി, വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ഫൈ. അപ്പം ഇതിന് ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ ആയിരിക്കും ഫൈ. ഈ രണ്ട് ലൈൻസ് കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും വെർട്ടിക്കൽ ട്രേസ്. സിമിലർലി ഹൊറിസോണ്ടൽ ട്രേസ് നമ്മുടെ ടോപ്പ് വ്യൂവും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂ ലെങ്തും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എ ബി ഇവിടെ ഉണ്ട്, ക്യാപിറ്റൽ എ ബി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനും കൂടെ മീറ്റ് ചെയ്യുന്നില്ല. അത് മീറ്റ് ചെയ്യിക്കാനായിട്ട് നമുക്കതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് സ്മോൾ എ ബിനെ, അതുപോലെ ക്യാപിറ്റൽ എ ബിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നത് ഈ പോയിൻ്റാണ് ആക്ച്വലി ഹൊറിസോണ്ടൽ ട്രേസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൽ പറഞ്ഞതുപോലെ എപ്പോഴും ഹൊറിസോണ്ടൽ ട്രേസ് അതിൻ്റെ ടോപ്പ് വ്യൂവിലും വെർട്ടിക്കൽ ട്രേസ് ഫ്രണ്ട് വ്യൂവിലും ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് നമുക്കിവിടെയും അത് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇവിടെ എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ഫ്രണ്ട് വ്യൂവിലാണ് വെർട്ടിക്കൽ ട്രേസ് വന്നത്, അതുപോലെ സ്മോൾ എ ബി എന്നുള്ള ടോപ്പ് വ്യൂവിലാണ് ഹൊറിസോണ്ടൽ ട്രേസ് വന്നത്. സിമിലർലി ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിളാണ് തീറ്റ, അല്ലെങ്കിൽ ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ ഇത് രണ്ടും നമ്മളിപ്പം ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിനിടയ്ക്കുള്ള ആംഗിൾ മെഷർ ചെയ്ത് അതും കൂടെ ആൻസറായിട്ട് എടുത്തെഴുതേണ്ടതാണ്. സോ തീറ്റ നമുക്ക് കിട്ടിയത് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം, മെഷർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്കത് 22 ഡിഗ്രീസ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. സോ തീറ്റ ഇസ് ഈക്വൽ ടു 22 ഡിഗ്രി നമുക്ക് മാർക്ക് ചെയ്യാം. ആൻഡ് ഫൈ നമുക്ക് കിട്ടിയേക്കുന്നത് 18 ഡിഗ്രി ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, സോ ഫൈ നമുക്ക് 18 ഡിഗ്രിന്ന് മാർക്ക് ചെയ്യാം. സോ ചോദിച്ചേക്കുന്ന വിവരങ്ങൾ നമ്മളൊരു ബോക്സിനകത്താക്കി എഴുതാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി തന്നേക്കുന്ന ഡയമെൻഷൻസ് നമ്മൾ ഡയമെൻഷൻ ലൈൻസും പ്രൊജക്ഷൻ ലൈൻസും ഉപയോഗിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക.
ഗ്രാഫിക്സിനെ സംബന്ധിച്ചിടത്തോളം ഡയമെൻഷനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുവാണെങ്കിൽ അതിന് മാർക്കുണ്ട്, നീറ്റ്നെസ്സിനും ഡയമെൻഷനിങ്ങിനും മാർക്കുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുകൊണ്ട് അത് ഒരിക്കലും വിട്ടുപോകാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഈ സെയിം ഡയമെൻഷൻസ് എടുത്ത സ്ഥലം വേണമെങ്കിൽ, ഇത് പരീക്ഷയ്ക്ക് മാൻഡേറ്ററി അല്ല, നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാം സെയിം ഡയമെൻഷൻസ് എടുത്ത സ്ഥലങ്ങൾ. ഏതെങ്കിലും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഷേപ്പുകൾ ഉപയോഗിച്ചിട്ട് നമുക്കത് മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത്. സ്കെയിലും ഡയമെൻഷനും എഴുതിയാൽ നന്നായിരിക്കും. സ്കെയിൽ 1:1. All the dimensions are in millimeters. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം.